30 കഴിഞ്ഞതിന് ശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ നിശബ്ദമായ പല മാറ്റങ്ങളും അവർക്കുണ്ടാവുന്നുണ്ട്. അവരുടെ മസിലുകൾ കുറയുന്നു, മെറ്റബോളിസം മന്ദമായിട്ട് പോകുന്നു, ഹോർമോണുകളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും വയറിന് ചുറ്റും കൊഴുപ്പടിയുന്നത് വളരെയധികം കൂടുന്നു. പ്രത്യേകിച്ച് 40 കഴിഞ്ഞാൽ അത് വളരെ കോമൺ ആണ്. ഇത് ശരിക്കും അവരുടെ തെറ്റല്ല, ഇതൊരു ബയോളജിയാണ്. പക്ഷേ ഇതിനെ അവഗണിച്ച് കഴിഞ്ഞാൽ പിന്നീട് ക്ഷീണമുണ്ടാവും, വണ്ണക്കൂടുതലുണ്ടാവും, ബാക്കിൽ വേദന ഉണ്ടാവും, ഷുഗർ വരും, ഹോർമോൺ പ്രശ്നങ്ങളുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇനി ഒരു ലുക്കിന് വേണ്ടിയല്ല നമ്മൾ ഫിറ്റ്നസ് വെക്കേണ്ടത്, നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ ശക്തിക്കും വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചെറിയ വ്യായാമങ്ങൾ ചെയ്താൽ മതി, പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാണ്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം വ്യായാമം ഒരു ഓപ്ഷനല്ല, അതൊരു നെസസിറ്റിയാണ്. നിങ്ങൾ ശരിക്കും വീട്ടുപണി ചെയ്യുന്നതെന്ന് പറഞ്ഞ് വ്യായാമം ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് പാടില്ല. ശരീരത്തിന് സ്ട്രെങ്ത് വേണം, ഫ്ലെക്സിബിലിറ്റി വേണം, ഹൃദയത്തിന് ആരോഗ്യം വേണം. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി സമയം നമ്മൾ മാറ്റിവെക്കണം. ദിവസേന ഒരു 30 മിനിറ്റ് മതി, 30 മിനിറ്റ്. പക്ഷെ സ്ഥിരതയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ദിവസം ചെയ്തെന്ന് പറഞ്ഞ് പിന്നെ 5 ദിവസം ചെയ്യാതിരിക്കരുത്. ആരോഗ്യമായി ഇരിക്കാൻ വേണ്ടിയാണ് ആ ഒരു 30 മിനിറ്റ് ഒരു ദിവസത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടി, നിങ്ങളുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ് ഈ വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 30 കഴിഞ്ഞ സ്ത്രീകൾക്ക് എക്സസൈസ് എന്നത് റാൻഡമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പോരാ, കൃത്യമായിട്ട് അവരുടെ എല്ലാ മസിൽസും ആക്ടിവേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് 4 ഒരു ഹെഡിങ്ങിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ്, ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള എക്സസൈസ്. 30 കഴിഞ്ഞാൽ മസിൽ പതിയെ കുറയാനായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്വാറ്റ് ചെയ്യാം, ലഞ്ചസ് ചെയ്യാം, വാൾ പുഷപ്പ് ചെയ്യാം. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മസിൽസ് സ്ട്രോങ് ആവും, നമ്മുടെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവും, നമ്മുടെ കൊഴുപ്പ് എരിയാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ കൊഴുപ്പില്ലാതാവും. അപ്പോൾ നമുക്ക് ഭാവിയിൽ എല്ല് ദുർബലമാകുന്നത് തടയാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ബോഡിയിലുള്ള ഒരു ഫാറ്റ് കുറയാനും ബോഡി ലൂസ് ആകാതിരിക്കാനും വേണ്ടിയാണ് സ്ട്രെങ്ത് ട്രെയിനിങ്. രണ്ടാമതാണ് കാർഡിയാക് എക്സസൈസ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നടക്കാം, സ്കിപ്പിംഗ് ചെയ്യാം, സ്റ്റെയർ ക്ലൈംബ് ചെയ്യാൻ പോലുള്ള കാർഡിയാക് എക്സസൈസ് ഹാർട്ട് സ്ട്രോങ് ആക്കും. അവിടെ കൊഴുപ്പും കുറയും, സ്റ്റാമിന കൂടും. പല സ്ത്രീകൾക്കും ശ്വാസം മുട്ടലും അതുപോലെ ക്ഷീണമൊക്കെ ഒരു 40-45 വയസ്സാകുമ്പോൾ വരും. ഇത് ഹാർട്ടിൻ്റെ മസിൽ സ്ട്രെങ്ത് അല്ലാത്തതുകൊണ്ടാണ്. നല്ലോണം വിയർക്കണം, വിയർക്കുന്ന സമയത്താണ് നമ്മുടെ ഹൃദയം സന്തോഷവാനാവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് ബോഡി സ്റ്റിഫാവും, അതുകൊണ്ടാണ് ബാക്ക് പെയിൻ പെട്ടെന്ന് ഉണ്ടാകുന്നത്, ജോയിൻറ്റ് പെയിനൊക്കെ 30 വയസ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകും. ഇപ്പോൾ സ്ട്രെച്ചിങ്, യോഗ പോലുള്ള ബോഡി ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് നമുക്ക് ചെയ്യണം. അത് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മൂവ്മെൻറ്റ് ഈസിയാവും. ബോഡി ടൈറ്റ് ആയാൽ പെയിൻ വരും, ഫ്ലെക്സിബിൾ ആയാൽ ഫ്രീഡം ലഭിക്കും. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമത് കോർ ആൻഡ് പെൽവിക് ഫ്ലോർ എക്സസൈസ് ആണ്. നമ്മുടെ മധ്യഭാഗത്തിനും പെൽവിക് ഏരിയയും ശക്തമാക്കുന്ന എക്സസൈസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകൾക്ക്. കോർ മസിൽസ് സ്ട്രോങ് ആണെങ്കിൽ ബാക്ക് പെയിൻ പ്രിവെൻറ്റ് ചെയ്യും, പോസ്ചർ ശരിയാവും. പെൽവിക് ഫ്ലോർ മസിൽസ് സ്ട്രോങ്ങർ ആയാൽ നമ്മൾ അറിയാതെ പ്രായമാകുമ്പോൾ മൂത്രമൊക്കെ പോകും, അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് പല സ്ത്രീകളിലും ഈ കീഗൽ എക്സസൈസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ കോർ സ്ട്രോങ് ആണെങ്കിൽ ബോഡി മുഴുവൻ സ്റ്റേബിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് 4 ഹെഡിങ്. അപ്പോൾ ആദ്യമായിട്ട് എന്താ പറഞ്ഞത്, സ്ട്രെങ്ത് ട്രെയിനിങ്. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ സ്ക്വാറ്റുകളാണ്. സ്ക്വാറ്റ് എക്സസൈസ്. സ്ക്വാറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാലിനും ഹിപ്പിൻ്റെയും ശക്തി കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സ്ക്വാറ്റ് എന്നത് ലോവർ ബോഡി സ്ട്രെങ്തിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇത് തൊട, ഹിപ്പ്, അതുപോലെ ഗ്ലൂട്ടിയസ്, ബാക്ക് ഭാഗം എല്ലാം ശക്തമാക്കും. ശരിയായി ചെയ്താൽ മുട്ടിന് ശരിക്കും സപ്പോർട്ടും കൂടി ലഭിക്കും. വീട്ടിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ചെയർ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ദിവസം 10 മുതൽ 15 റെപ്പിറ്റേഷനിൽ തുടങ്ങി ഗ്രാജുവലി പതുക്കെ കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, സ്ക്വാറ്റ് ചെയ്യുന്നത് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കൊഴുപ്പ് എരിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, പല ഗുണങ്ങളും ഉണ്ട്. നമ്മുടെ പ്രത്യേകിച്ചും വയറിൻ്റെ ഫാറ്റ് കുറയാനും ഹെൽപ്പ് ചെയ്യും കുറച്ച് നാൾ കഴിയുമ്പോൾ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസാണ്. രണ്ടാമത് വാൾ പുഷപ്പാണ്. കൈയും നെഞ്ചിൻ്റെ ശക്തിയും കൂട്ടാൻ വേണ്ടി എക്സസൈസ്. ബിഗിനേഴ്സിന് ഏറ്റവും സേഫ് ആയിട്ടുള്ള പുഷപ്പ് ഒരു വേരിയേഷനാണ് വാൾ പുഷപ്പ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ പുഷപ്പ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ, ആംസ്, അതുപോലെ ഷോൾഡർ, ചെസ്റ്റ് മസിൽ ശക്തിയാവും. ഓക്കെ, ഫ്ലോറിൽ പുഷപ്പ് ചെയ്യാൻ പല ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഇത് വാൾ പുഷപ്പാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു 10 മുതൽ 12 പ്രാവശ്യം റെപ്പിറ്റേഷനിൽ പതുക്കെ തുടങ്ങുക. ഗ്രാജുവലി നമ്മുടെ അപ്പർ ബോഡിക്ക് സ്ട്രെങ്ത് കിട്ടും. ഡെയിലി ആയിട്ടുള്ള നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും എളുപ്പമായി വരും. ഇപ്പം വീട്ടിൽ എന്തെങ്കിലും വെയിറ്റ് എടുക്കാനോ എല്ലാം നമ്മൾ കൈ കൊണ്ടാണ്, അതെല്ലാം എളുപ്പമാവും. അപ്പോൾ ഈ ഒരു പുഷപ്പും പതുക്കെ തുടങ്ങുക, ഒരു 3 സെറ്റ് ചെയ്യുക, പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുപോയി.
അടുത്ത സ്ട്രെങ്ത് ട്രെയിനിങ്ങിനുള്ള ഒരു എക്സസൈസ് ആണ് ലഞ്ചസ്. ഇത് ബാലൻസും കൂട്ടുന്ന ഒരു എക്സസൈസ് ആണ്, ലെഗ് സ്ട്രെങ്ത് കൂട്ടുന്ന എക്സസൈസ് ആണ്. അപ്പോൾ ലഞ്ചസ് ചെയ്യുന്ന സമയത്ത് ലെഗ് സ്ട്രെങ്തിനും ബാലൻസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാലും ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നത് കൊണ്ട് മസിൽസിന് ഒരു ബാലൻസ് ഇല്ലായ്മ കുറയ്ക്കാനായിട്ട് പറ്റും. ഇതിലൂടെ നമ്മുടെ തൊട, ഹിപ്പ്, ഗ്ലൂട്ട്സ് പോലുള്ള മസിൽസ് സ്ട്രോങ് ആവും. ആദ്യം സപ്പോർട്ട് എടുത്ത് ചെയ്യാം, ഒരു വാളിലോ ചെയറിലോ പിടിച്ചുകൊണ്ട് ചെയ്യാം. 8 മുതൽ 10 പ്രാവശ്യം റിപ്പിറ്റേഷൻ ചെയ്യാം. ഓരോ കാലിലും മാറി മാറി ചെയ്യാം. ഇത് വാക്കിംഗ് സ്റ്റെബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ഭാവിയിൽ വീഴാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ നല്ല എക്സസൈസ് ആണ്. 4ാമത്തെ എക്സസൈസ് ആണ് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇത് ഹിപ്പിനും ബാക്കിനും സപ്പോർട്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. ഗ്ലൂട്ട് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ബാക്ക് പെയിൻ ഉള്ള ആളുകൾക്ക് കുറയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് ഹിപ്പിനും ഗ്ലൂട്ടിയസിനും ബാക്ക് മസിൽസിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസ് ആണ്. കുറേ നേരം ഇരുന്നൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിലത്ത് കിടന്ന് മുട്ട് ബെൻഡ് ചെയ്ത് ഹിപ്പ് ഉയർത്തുന്നതാണ് ഈ ടെക്നിക്ക്. ഇത് പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ബാക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണ്. പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഇനി 5ാമത്തെ ഒരു എക്സസൈസ്, അത് ചെയർ സിറ്റ് ടു സ്റ്റാൻഡ് മെത്തേഡ് എന്നുള്ളതാണ്. അതായത് ഫങ്ഷണൽ സ്ട്രെങ്ത് കൂട്ടാനുള്ള ഒരു എക്സസൈസ് ആണ്. ഇത് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. ഒരു ചെയറിൽ നിന്ന് എഴുന്നേൽക്കുകയും വീണ്ടും ഇരിക്കുകയും ചെയ്യുന്ന മൂവ്മെൻ്റ് ആണ്. വളരെ ഈസിയാണ് അല്ലേ കേൾക്കുമ്പോൾ. ഇതിലൂടെ നമ്മുടെ തൊട, ഹിപ്പ്, കോർ മസിൽസ് എല്ലാം സ്ട്രെങ്തൻ ആവും. പക്ഷെ ഒരു 15 മുതൽ 20 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു 40 കഴിഞ്ഞ് സ്ത്രീകൾക്കൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരുടെ ഫ്യൂച്ചർ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ എക്സസൈസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം എഴുന്നേൽക്കാനും ഇരിക്കാനും ഭാവിയിൽ പറ്റണമെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 3 സെറ്റെങ്കിലും ചെയ്യാം. ഇനി നമുക്ക് കാർഡിയാക് എക്സസൈസസ് പറയാം. അപ്പോൾ കാർഡിയാക് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഹൃദയം വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ബ്രിസ്ക് വാക്കിയാണ്, വേഗത്തിലുള്ള നടപ്പ്. നമ്മൾ വെറുതെ പതുക്കെ നടക്കുന്നതല്ല. കാർഡിയോ തുടങ്ങാൻ ഏറ്റവും ഈസിയും സേഫും ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറഞ്ഞാൽ ബ്രിസ്ക് വാക്കിയാണ്. വീട്ടിനുള്ളിലാണെങ്കിലും കുഴപ്പമില്ല, പുറത്തായാലും കുഴപ്പമില്ല. പതുക്കെ നടന്നാൽ പോരാ, ഇച്ചിരി സ്പീഡ് നടക്കണം, അത്യാവശ്യം സ്പീഡ് വേണം. ഓക്കെ, സംസാരിക്കാം, പക്ഷെ പാടാൻ പറ്റാത്ത ഒരു ലെവലിലോട്ട് എത്തണം. അപ്പോൾ ഹാർട്ട് സ്ട്രോങ് ആവുന്നതിൻ്റെ ഒരു കഴിവാണ്. ഫാറ്റ് ബേൺ വരികയും അതുപോലെ തന്നെ നമുക്ക് പല ഗുണങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾ കാർഡിയാക് മസിൽസ് സ്ട്രോങ്ങർ ആക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതാണ് ബ്രിസ്ക് വാക്കി. അപ്പോൾ പല ആളുകളും പറയും ഞാൻ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് പോരാ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയും വേണം. നമുക്കൊരു 15 മിനിറ്റിൽ 20 മിനിറ്റ് ചെയ്യുകയും വേണം. നമുക്ക് സംസാരിക്കാൻ പറ്റും, പാടാൻ പറ്റാത്ത രീതിയിലുള്ള സ്പീഡിൽ നടക്കണം, എങ്കിലേ ഹൃദയം സ്ട്രോങ് ആവുള്ളൂ. 2ാമത് ഹൃദയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു എക്സസൈസ് ആണ് സ്കിപ്പിംഗ്, കയറിൽ ചാടുക എന്നുള്ളത്. സ്കിപ്പിംഗ് വളരെ പവർഫുൾ ഒരു കാർഡിയാക് എക്സസൈസ് ആണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ കൂടുതൽ കാലറി ബേൺ ചെയ്യും. ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. സ്റ്റാമിന കൂട്ടും, വെയിറ്റ് ലോസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ മുട്ടുവേദന ഉള്ളവർ പതുക്കെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ, അവർക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം മുട്ടുവേദന ഉള്ളവർ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. തുടക്കക്കാർക്ക് ഒരു 30 സെക്കൻഡ് ചെയ്താലും മതി. പിന്നെ പതുക്കെ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ ചെയ്താൽ വളരെ നല്ലത്. ഇത് കുറച്ച് സമയമാണെങ്കിലും ബിഗ് ഇമ്പാക്റ്റ് ആണ് സ്കിപ്പിംഗ് എക്സസൈസ്. 3ാമത്തെയാണ് സ്റ്റെയർ ക്ലൈമ്പിംഗ് എക്സസൈസ്, പടികൾ കയറുക എന്നുള്ള. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന ഒരു എക്സസൈസ് ആണ് സ്റ്റെയർ ക്ലൈമ്പിംഗ്. ലിഫ്റ്റ് ഒഴിവാക്കി സ്റ്റെയർ ഉപയോഗിക്കുക. സിമ്പിളാണ്, പക്ഷേ പവർഫുള്ളാണ്. ഇത് ലെഗിൻ്റെ സ്ട്രെങ്ത് കൂട്ടും, അതുപോലെ ഹൃദയത്തിൻ്റെ പമ്പിങ്ങും ബെറ്റർ ആക്കും. ഹാർട്ട് റേറ്റ് വേഗത്തിൽ ഉയരുകയും ഫാറ്റ് ബേൺ ചെയ്യുകയും ചെയ്യും. ദിവസത്തിൽ ഒരു 10 മിനിറ്റ് സ്റ്റെപ്പ് കയറുകയും ഇറങ്ങുകയും ചെയ്യുക. ഇത് വലിയൊരു ഡിഫറൻസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അതും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ഇനി 4ാമത്തത് ലോ ഇമ്പാക്റ്റ് കാർഡിയോ, ജമ്പ് ഇല്ലാത്തുള്ള കാർഡിയോ. ജോയിൻറ്റ് പെയിൻ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് ഈ ലോ ഇമ്പാക്റ്റ് കാർഡിയോ വളരെ ബെസ്റ്റ് ഓപ്ഷനാണ്. ഉദാഹരണത്തിന് സ്റ്റെപ്പ് ഇൻ പ്ലേസ്, സൈഡ് വാക്കിംഗ്, സ്ലോ എയറോബിക്സ് പോലുള്ള എക്സസൈസ് ആണ്. ഇത് ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യും വിത്തൗട്ട് ജോയിൻറ്റിന് സ്ട്രെസ്സ് കൊടുക്കാതെ. അപ്പോൾ ഇഞ്ചുറി റിസ്ക് വളരെയധികം കുറവാണ്. കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചാടുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കാലിന് മുട്ടിന് വേദന ഉള്ളവർക്കൊക്കെ ഇത് സാധാരണ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവർക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള എക്സസൈസ് ആണിത്. അപ്പോൾ ചെറിയ എയറോബിക് എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക, അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഈ സൈഡ് വാക്കിങ്ങും അല്ലെങ്കിൽ സ്ലോ എയറോബിക്സുമാണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ടത്. ഇനി 5ാമത്തെ ഒരു എക്സസൈസ് പറയാം, ഡാൻസ് വർക്കൗട്ട് എന്നാണ് അതിൻ്റെ പേര്. അതായത് ഒരു ഫൺ കാർഡിയാക് എക്സസൈസ് ആണ്. ഡാൻസ് എന്ന് പറയുമ്പോൾ അത് സുംബ ആവാം, സിമ്പിൾ മ്യൂസിക് ഡാൻസ് ആവാം, എന്തും മതി. ഇത് സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, മൂഡ് ഇമ്പ്രൂവ് ചെയ്യും, കാലറി ബേൺ ചെയ്യും. അപ്പോൾ എക്സസൈസ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയാണ് അല്ലേ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എന്ത്, നമ്മൾ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുക. ഈ 5 എക്സസൈസാണ് ഹാർട്ടിൻ്റെ മസിൽസ് സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടി ചെയ്യേണ്ട എക്സസൈസ്.
ഇനിയുള്ളത് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾക്ക് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി കൂട്ടിയാൽ നമുക്ക് വീഴാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്ന് ഹാംസ്ട്രിങ് സ്ട്രെച്ച് ടെസ്റ്റാണ്. കാലിൻ്റെ പിൻഭാഗം സ്ട്രെച്ച് ചെയ്യുന്ന എക്സസൈസാണ്. തുടയുടെ പിന്നിലുള്ള ഒരു മസിൽസിനെ സ്ട്രെച്ച് ചെയ്യാനുള്ള ഒരു എക്സസൈസാണ് ഹാംസ്ട്രിങ് എക്സസൈസ്. പല സ്ത്രീകൾക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സ്റ്റിഫായിരിക്കും, കാലുകൾ സ്റ്റിഫായിരിക്കും. ഇതിൻ്റെ പ്രധാന കാരണം ഈ ഹാംസ്ട്രിങ് ഉള്ളതുകൊണ്ടാണ്. ഇത് സ്ട്രെച്ച് ചെയ്യുന്നത് എപ്പോഴൊക്കെയാണ്? നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബെൻഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ലോവർ ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഈ ഹാംസ്ട്രിങ് എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. 20 മുതൽ 30 സെക്കൻഡ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ വ്യായാമം ചെയ്യാം. രണ്ടാമത് കാറ്റ് കൗ എന്നുള്ള എക്സസൈസാണ്. സ്ട്രെച്ചിങ് എക്സസൈസാണ്. പുറകുവശം ഫ്ലെക്സിബിലിറ്റി ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ബാക്ക് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, സ്പൈന് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിലുള്ള മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ആക്കും. ഇതും ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ചെയ്യുക. ഒത്തിരി നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു എക്സസൈസാണ്. രാവിലെ തുടങ്ങുന്നതിന് മുമ്പ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത് ചെയ്തിട്ട് തുടങ്ങുന്നത് വളരെ നല്ലതാണ്. സ്പൈൻ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്പൈൻ ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമ്മുടെ ബോഡിയും യങ്ങായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ എക്സസൈസും കൃത്യമായി ചെയ്യുക. മൂന്നാമത് ഷോൾഡർ സ്ട്രെച്ചാണ്. കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്തോ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്തോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്തോ എല്ലാം ഷോൾഡർ സ്റ്റിഫാവും അനക്കാതെ വെച്ച്. അപ്പോൾ ഷോൾഡർ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് പെയിൻ കുറയും, ഷോൾഡർ പെയിൻ കുറയും, ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുപോലെ ദിവസം ഒരു 20 സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്യാം. ഈ വീഡിയോ കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഷോൾഡർ ടൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വേദന വരുന്നത് കുറയ്ക്കാം. ഷോൾഡർ ലൂസ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആ ഒരു സ്ട്രെച്ച് എക്സസൈസ് ചെയ്യാം. ഇനി നാലാമത്തെ എക്സസൈസ് ചൈൽഡ് പോസ് എന്നാണ് പറയുന്നത്. ഫുൾ ബോഡി റിലാക്സേഷൻ. യോഗയിൽ ഒരു സിമ്പിളാണ്, പക്ഷേ വളരെ പവർഫുൾ ഒരു പോസാണ്. ഇത് ബാക്ക്, ഹിപ്പ്, ഷോൾഡർ എല്ലാം റിലാക്സ് ചെയ്യുന്ന ഒരു എക്സസൈസാണ്. സ്ട്രെസ്സ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്ന ഒരു പോസ്റ്ററാണ്. എക്സസൈസ് കഴിഞ്ഞാൽ കൂൾ ഡൗൺ ആയി ചെയ്യാൻ ബെസ്റ്റ് എക്സസൈസാണിത്. ഓക്കെ, ഇപ്പോൾ ബോഡി റിലാക്സ് ആകുമ്പോൾ മൈൻഡ് റിലാക്സ് ആവും. അത് വളരെ എഫക്റ്റീവായിട്ട് ഓർത്ത് വയ്ക്കുക. ഏറ്റവും അവസാനം ചെയ്യേണ്ട ഒരു സാധനമാണ്. അഞ്ചാമത് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസും, അതായത് ശ്വസന വ്യായാമം. ഡീപ്പ് ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് 2 ബെനിഫിറ്റ് ഉണ്ടാവും. ഒന്ന്, ഓക്സിജൻ സപ്ലൈ കൂടും, സ്ട്രെസ്സ് കുറയും, പിന്നെ ബോഡി കൂടുതൽ റിലാക്സ് ആവും. സ്ലോ ആയിട്ട് ഇൻഹേൽ ചെയ്യുക, പതുക്കെ എക്സ്ഹേൽ ചെയ്യുക, പുറത്തോട്ട് വായു കളയുക. അപ്പോൾ നമ്മുടെ ശരീരം ലൂസാവും. അപ്പോൾ മനസ്സ് ശരിയായാൽ ശരീരവും ശരിയാവും. അപ്പോൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണിത്. ഇതും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ ഭാവിയിൽ പെയിൻ വരും. ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലൊരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ എക്സസൈസ്. ഇനി ഏറ്റവും അവസാനത്തെ പെൽവിക് ഫ്ലോർ എക്സസൈസ്, അല്ലെങ്കിൽ നമ്മുടെ കോർ മസിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം. ഒന്നാമത്തത് കീഗൽ എക്സസൈസ്. പെൽവിക് ഫ്ലോർ ശക്തി വരാനുള്ള സ്ത്രീകൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു വ്യായാമമാണ്. പക്ഷേ പലരും ഇത് കാര്യമാക്കി എടുക്കാറില്ല. പെൽവിക് ഫ്ലോർ മസിൽസ് വീക്ക് ആവുന്ന സമയത്ത് നമ്മുടെ മൂത്രം ചിരിക്കുന്ന സമയത്തോ തുമ്മിയ സമയത്തോ മൂത്രം അറിയാതെ പോവാം. ഇത് പ്രത്യേകിച്ചും പ്രസവം ഒത്തിരി കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് ഉണ്ടാവും. ഇപ്പോൾ ഡെലിവറി കഴിയുന്ന സമയത്ത് നമ്മുടെ മസിൽസ് ശക്തി പോവുകയാണ്. ഇപ്പോൾ കീഗൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ബെറ്റർ ആവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ കീഗൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം ഒഴിക്കാൻ പോകുന്ന പോലെ തോന്നുക, അത് കഴിഞ്ഞ് കൺട്രോൾ ചെയ്ത് പിടിക്കുക. അങ്ങനെ ഒരു 15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇതൊരു ഇൻവിസിബിൾ എക്സസൈസാണ്, പക്ഷേ പവർഫുൾ റിസൾട്ടാണ്. അതായത് മൂത്രം ഒഴിക്കാൻ പോകുന്ന പോലെ ഒരു തുടക്കം വരും, പക്ഷേ മൂത്രം ഒഴിക്കരുത്. 15 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക് എക്സസൈസാണ്. പ്ലാങ്ക് കോർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള എക്സസൈസാണ്. പ്ലാങ്ക് ഡെവലപ്പ് ചെയ്താൽ കോർ മസിൽസ് ടൈറ്റൺ ആവും. ഇതൊരു ബെസ്റ്റ് എക്സസൈസ് തന്നെയാണ്. ഇത് നമ്മുടെ വയറിനും അതുപോലെ ബാക്കിനും ഷോൾഡറും എല്ലാം ശക്തി കൂട്ടുന്ന എക്സസൈസാണ്. അപ്പം തുടക്കക്കാർക്ക് മുട്ട് കുത്തി വെച്ചതിന് ശേഷം മോഡിഫൈഡ് പ്ലാങ്ക് ചെയ്യാം. 10 മുതൽ 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പതുക്കെ പതുക്കെ കൂട്ടാം. അതിനുശേഷം നമുക്ക് മോഡിഫൈഡ് പ്ലാങ്ക് മാറ്റി നോർമൽ പ്ലാങ്കും ചെയ്യാം. ഇത് ബെല്ലി ഫാറ്റ് ഇൻഡയറക്ട്ലി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ കോർ മസിൽസ് സ്ട്രോങ്ങർ ആക്കും. അതുപോലെ തന്നെ നമുക്ക് പല ബെനിഫിറ്റും ഉണ്ടാക്കുന്ന എക്സസൈസാണ്. മൂന്നാമത് പെൽവിക് ടിൽറ്റ് എക്സസൈസാണ്. ലോവർ ബാക്ക് പെയിൻ ഉള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ് പെൽവിക് ടിൽറ്റ്. നിലത്ത് കിടന്നതിന് ശേഷം ലോവർ ബാക്ക് ഫ്ലാറ്റ് ചെയ്യുന്നതാണ് ഈ ടെക്നിക്ക്. ഇത് കോർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ബാക്ക് മസിൽസ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇത് സേഫായിട്ടും എഫക്റ്റീവായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമമാണ്. ബാക്ക് പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണിത്. നാലാമത്തെ ഒരു എക്സസൈസ് ഉണ്ട്, അതാണ് ഡെഡ് ബഗ് എന്ന എക്സസൈസ്. ഇത് കോർ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സസൈസാണ്. ഫണ്ണി ആയാലും എക്സസൈസ് വളരെ എഫക്റ്റീവാണ്. ഇത് കോർ മസിൽസ് ഒരു സേഫ്ലി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ബാക്കിനധികം സ്ട്രെസ്സ് വരുത്താതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ കൃത്യമായി ചെയ്യുക. ഇത് കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യും, സ്പൈനിൻ്റെ സ്റ്റെബിലിറ്റി നൽകും. ഇതൊരു സേഫ് എക്സസൈസാണ്, പക്ഷേ സ്ട്രോങ് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യായാമമാണ്. അഞ്ചാമത്തെ ലാസ്റ്റ് എക്സസൈസ് ബേർഡ് ഡോഗ് എക്സസൈസാണ്. ബാലൻസും കോറും കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. കോർ സ്ട്രെങ്ത് കൂട്ടാനും ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്യുക.
ഇത് ബാക്ക് പെയിൻ പ്രിവെൻറ്റ് ചെയ്യും, പോസ്റ്റർ ഇമ്പ്രൂവ് ചെയ്യും. പ്രത്യേകിച്ചും ഒരു 30 കഴിഞ്ഞ സ്ത്രീകൾക്ക് നമുക്ക് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് വളരെ പ്രധാനപ്പെട്ട വ്യായാമമാണ്. ബാലൻസ് ശരിയായി കഴിഞ്ഞാൽ ബോഡി സ്റ്റേബിൾ ആയിരിക്കും, നമുക്കൊരു കോൺഫിഡൻസ് ലഭിക്കും, അതുപോലെ കോർ മസിൽസും സ്ട്രെങ്തൻ ആവും. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകളും ചോദിച്ചതാണ് 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊക്കെ വ്യായാമമാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞിരിക്കുന്ന ഏകദേശം ഒരു 20ഓളം എക്സസൈസ് ഉണ്ട്. അതിനകത്ത് 5 എണ്ണം പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓരോന്നിനും ഇഷ്ടമുള്ളത് 5 എണ്ണം പിക്ക് ചെയ്യുക. ആ 5 എണ്ണം കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്യുക. അടുത്ത വീണ്ടും 5 എണ്ണം പിക്ക് ചെയ്യുക. അടുത്ത ഒരു 5 എണ്ണം കറക്റ്റായിട്ട് ചെയ്യുക. അങ്ങനെ 20 എണ്ണം ഒരു മാസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുക. അപ്പോൾ കോർ മസിൽസ് സ്ട്രെങ്തൻ ആയാൽ നമ്മുടെ ശരീരം ഒരിക്കലും തളരില്ല. പെയിൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യരുത്. സ്ലോ ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ കാണിച്ചിരിക്കുന്നത് സേവ് ചെയ്ത് വെച്ച് അതുപോലെ ഫോളോ ചെയ്യുക. ബ്രെത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കരുത്. മെഡിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡോക്ടർ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ വ്യായാമം ചെയ്യാവൂ. ഒരു ആഴ്ച എക്സസൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാകില്ല എന്ന് ഓർത്തിരിക്കുക. ഒരു മാസം കഴിഞ്ഞാൽ ചെറിയ ഒരു ബോഡിയിൽ ചേഞ്ച് തുടങ്ങും. 3 മാസം കഴിഞ്ഞാൽ ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു 6 മാസം കഴിയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. അപ്പം 30 വയസ്സ് കഴിഞ്ഞവർ ചെയ്യേണ്ട വ്യായാമങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. 20 എക്സസൈസ് ആണ് പറഞ്ഞത്. അതിൻ്റെ അകത്ത് 5 എണ്ണം പിക്ക് ചെയ്ത് ഒരാഴ്ച ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത 5 എണ്ണം പിക്ക് ചെയ്ത് അടുത്ത ആഴ്ച ഫോളോ ചെയ്യുമ്പോൾ അങ്ങനെ പതുക്കെ നമുക്ക് എക്സസൈസ് ചെയ്ത് നമ്മുടെ അസുഖങ്ങളൊക്കെ തടയാനും പല പ്രോബ്ലംസ് നമുക്ക് തടയാനും പറ്റും. ഈ ഒരു വീഡിയോ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.